അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരെയുള്ള പാർട്ടാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പാർട്ട് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ ആണ്. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. എഴുതി വെച്ചോളൂ. ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഇത് ഫോർമുലേറ്റ് ചെയ്തത് മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്. കാണുന്നുണ്ടോ? ഓക്കെ ആണ് അല്ലേ? ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ ഫോർമുലേറ്റ് ചെയ്തത് മാക്സ് പ്ലാങ്ക്. അദ്ദേഹം പ്രധാനമായി 2 പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്. ഈ 2 പോയിന്റ് നമ്മൾ പഠിച്ചാൽ മതി. ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷനിലെ 2 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ്, ഒരു ആറ്റമോ അല്ലെങ്കിൽ മോളിക്യൂളോ ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തു വിടുന്നതും. ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരാറ്റമോ ഒരു തന്മാത്രയോ ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തു വിടുന്നതും തുടർച്ചയായിട്ടല്ല. എന്ത് ചെയ്യുന്നത്? ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തു വിടുന്നതും. പിന്നെ എങ്ങനെയാണ്? ആസ് എ പാക്കറ്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയൂ, നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞോ, ഞാൻ കേൾക്കുന്നൊന്നുമില്ല. ആറ്റമോ അല്ലെങ്കിൽ തന്മാത്രകളോ ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും തുടർച്ചയായിട്ടല്ല, മറിച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ഒരു പാക്കറ്റ് എനർജി കിട്ടും, 2 പാക്കറ്റ് എനർജി കിട്ടും, 3 പാക്കറ്റ് എനർജി കിട്ടും. പക്ഷെ എന്ത് കിട്ടൂല? 1.1 എനർജി കിട്ടൂല. 1.2 എനർജി കിട്ടൂല. അതായത് ഫ്രാക്ഷൻ ഉണ്ടാവില്ല. 1 പാക്കറ്റ്, 2 പാക്കറ്റ്, 3 പാക്കറ്റ്. ഇങ്ങനെ എനർജി സ്വീകരിക്കുന്നതും പുറത്തു വിടുന്നതും തുടർച്ചയായിട്ടല്ല. 1 കഴിഞ്ഞാൽ പിന്നെ 2 ഉള്ളൂ, 2 കഴിഞ്ഞാൽ പിന്നെ 3 ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നുമില്ല. ഒന്ന് പറഞ്ഞു നോക്കിയേ. ആറ്റങ്ങളും തന്മാത്രകളും ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തു വിടുന്നതും തുടർച്ചയായിട്ടല്ല, മറിച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ഈ പാക്കറ്റുകളെ മാക്സ് പ്ലാങ്ക് പറഞ്ഞു ക്വാണ്ട. പേര് ഓർത്തിരിക്കണം. ക്വാണ്ട. അല്ലെങ്കിൽ വേറെ പേരുണ്ട് ഇതിന്, ഫോട്ടോൺ. What is photon? What is quanta? That is a packet of energy. നമ്മളൊക്കെ കടയിൽ നിന്ന് ചില മിഠായി വാങ്ങലുണ്ട്, ജീരക മിഠായി ഒക്കെ. ഒരു മിഠായി കിട്ടുമോ? കിട്ടൂല, ഒരു പാക്കറ്റാണ് കിട്ടുക. അതേപോലെ ഊർജത്തിൻ്റെ ഒരു പാക്കറ്റിനെ പറയുന്ന പേരാണ് ക്വാണ്ട, അല്ലെങ്കിൽ വേറെ പേരാണ് ഫോട്ടോൺ. റെഡി? അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഈ പാക്കറ്റ് ഓഫ് എനർജിയുടെ സ്വാഭാവികമായിട്ടും അയാൾക്ക് എത്ര എനർജി ഉണ്ട് എന്നുള്ളത് അറിയണ്ടേ? ഒരു പാക്കറ്റ് ഓഫ് എനർജിക്കാണ് നമ്മൾ ക്വാണ്ട എന്ന് പറയുന്നതെങ്കിൽ അയാളെ എനർജി എത്രയാണ് എന്നറിയണം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ആ പാക്കറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് നേരനുപാതത്തിലാണ്. ഊർജം എന്തിന് നേരനുപാതത്തിലാണ്? ആവൃത്തിക്ക്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവൃത്തിക്ക് നേരനുപാതത്തിലാണ്. അപ്പം അതും പഠിച്ചു. ആദ്യം പറയാം, ആറ്റങ്ങളും തന്മാത്രകളും ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും തുടർച്ചയായിട്ടല്ല, മറിച്ച്
ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ഈ പാക്കറ്റുകളെ കോണ്ട അല്ലെങ്കിൽ ഫോട്ടോൺ എന്നറിയപ്പെടുന്നു. ഈ കോണ്ടയുടെ എനർജി എന്ന് പറയുന്നത് ആവൃത്തിക്ക് നേരനുപാതത്തിലാണ്. എനർജി ഓഫ് പാക്കറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി. ഈ 2 പോയിന്റ് പഠിച്ചു നോക്കൂ, 3 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത് ഒരു ഇക്വേഷൻ ആക്കി മാറ്റാം. ഈ പ്രൊപ്പോർഷണൽ ടു, ഈ അനുപാതം ആവൃത്തി എന്നാണല്ലോ. ഊർജം എന്ന് പറയുന്നത് ആവൃത്തിക്ക് നേർ അനുപാതത്തിലാണ്. അങ്ങനെയാകുമ്പോൾ ഈ ഈക്വൽ ടു, ഈ സമം എന്ന് കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഗ്യാസ് ലോസ് ഒക്കെ പഠിച്ചപ്പോൾ. നമ്മൾ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന ടേമിനെ കളഞ്ഞിട്ട് ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് എച്ച്. എന്തായിരിക്കും ആ കോൺസ്റ്റന്റിന്റെ പേര്? ദാറ്റ് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അദ്ദേഹം പറഞ്ഞല്ലേ, അപ്പോൾ അതിന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ ഇ ഈക്വൽ ടു എച്ച് ന്യൂ. കിട്ടില്ലേ? ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ 10th എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ സി ബൈ ലാംഡ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സി ബൈ ലാംഡ. എന്താ സി? പ്രകാശത്തിൻ്റെ വേഗതക്കാണ് സി എന്ന് പറയാം. പ്രകാശത്തിൻ്റെ വേഗത. എത്ര പ്രകാശത്തിൻ്റെ വേഗത? ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എഴുതി വെക്കാം. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുക. 3 ലക്ഷം കിലോമീറ്ററേ. എത്ര സമയത്ത്? ഒരൊറ്റ സെക്കൻഡിൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് 3 ലക്ഷം കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ടാവും. ആര്? പ്രകാശം. ഇതാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ദാറ്റ് ഈസ് വേവ് ലെങ്ത്. മലയാളത്തിൽ പറഞ്ഞാൽ തരംഗ ദൈർഘ്യം. അങ്ങനെ വന്നാൽ ഈ ഇക്വേഷൻ ഇനിയും മാറും. ഒന്ന് പറഞ്ഞേ. ന്യൂ എന്ന് പറഞ്ഞാൽ സി ബൈ ലാംഡ. അപ്പൊ ഇ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. പഠിച്ചു വെച്ചാൽ വലിയ കാര്യമാണ്. റേഡിയേഷന്റെ ഊർജം കാണാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ചില ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസിയാണ് തരിക, ആവൃത്തിയാണ് തരിക. ആവൃത്തി തരികയാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ചില ക്വസ്റ്റ്യനിൽ വേവ് ലെങ്ത് ആണ് തരിക, അതായത് തരംഗ ദൈർഘ്യമാണ് തരിക. അത് തന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സി കോൺസ്റ്റന്റ് ആണ്. കണ്ടോ? സ്ഥിരസംഖ്യയാണ്. എത്ര? 3 × 10⁸. അപ്പോൾ എച്ച് ഈസ് എ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ചിന്റെ വാല്യൂ എത്രയാണ്? പഠിച്ചു വെക്കണേ. 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഈ വാല്യൂ പഠിച്ചാൽ തന്നെ ഒരു മാർക്കിന് സാധ്യത ഉണ്ട്. എച്ചിന്റെ വാല്യൂ. വാട്ട് ഈസ് എച്ച്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എഴുതി വെച്ചിട്ടുണ്ടോ? ബുക്കിൽ എഴുതി വെച്ചോളൂ. എച്ച് ഈസ് വാട്ട്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ് അല്ല, ജൂൾ ഇൻറ്റു സെക്കൻഡ്. റെഡി? ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ പഠിച്ചില്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? എൻ്റെ കൂടെ പറഞ്ഞോളൂ. ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഫസ്റ്റ് പോയിന്റ്, ആറ്റങ്ങളും തന്മാത്രകളും ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും തുടർച്ചയായിട്ടല്ല. നയാഗ്ര വെള്ളച്ചാട്ടം ഇങ്ങനെ ചാടണമായി തുടർച്ചയായിട്ട് ഇങ്ങനെ ഒഴുകുകയല്ല. ഊർജം എന്ന് പറയുന്നത് പാക്കറ്റുകളായിട്ടാണ് സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും.
1 പാക്കറ്റ്, 2 പാക്കറ്റ്, 3 പാക്കറ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. 1.5 ഇല്ല, 1.25 ഇല്ല, 2.25 ഇല്ല, അങ്ങനെയൊന്നുമില്ല. 1, 2, 3 ഇങ്ങനെ. അപ്പോൾ ആറ്റങ്ങളും തന്മാത്രകളും ഊർജം സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും തുടർച്ചയായിട്ടല്ല, മറിച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ആ പാക്കറ്റുകളെ ക്വാണ്ട എന്ന് പറയും. ഇതിനെ ഫോട്ടോൺ എന്നും അറിയപ്പെടാറുണ്ട്. ഈ ക്വാണ്ടയുടെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ആവൃത്തിക്ക് നേരനുപാതത്തിലാണ്. ദാറ്റ് ഈസ് ഇ പ്രപ്പോർഷണൽ ടു ന്യൂ. ന്യൂ ഈസ് ഫ്രീക്വൻസി, ആവൃത്തി. ഓക്കെ, that is E equal to h nu. H is a constant, that is Planck's constant. Planck constant in the value 6.626 into 10 raised to minus 34 joule second. We know that frequency is c by lambda. C is velocity of light, that is 3 into 10 raised to 8. Lambda is wavelength of radiation. Wavelength. ആ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്താൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാകും, hc by lambda. ക്ലിയർ? ഈ ടോപ്പിക്ക് പഠിച്ചു വെക്കുക. ഒന്നുകിൽ പ്രോബ്ലം ആയിട്ട് വരാം, അല്ലെങ്കിൽ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നായിരിക്കും. ചിലപ്പോൾ ഇത് ഫോർമുലേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാന്നായിരിക്കും ചോദിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡി? അടുത്ത ടോപ്പിക്കിലേക്ക് പോകല്ലേ? ഒന്ന് നോക്കൂ, എഴുതി വെച്ചതൊന്ന് നോക്കൂ. അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ? നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഭാഗം ഏതാണ്? പറഞ്ഞത് എന്താണ്? ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഇതാരാണ് ഫോർമുലേറ്റ് ചെയ്തത്? മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് എന്താണ് പറഞ്ഞത്? ഊർജത്തെ സ്വീകരിക്കുന്നതും പുറത്തുവിടുന്നതും പാക്കറ്റുകളായിട്ടാണ്. ഈ പാക്കറ്റുകളെ ക്വാണ്ട എന്നറിയപ്പെടുന്നു. ക്വാണ്ടയുടെ എനർജി അതിൻ്റെ ആവൃത്തിക്ക് നേരനുപാതത്തിലാണ്. അതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടി, E equal to h nu. H is Planck's constant. The value of Planck constant is 6.626 into 10 raised to minus 34 joule second. അടുത്ത പോയിന്റിലേക്ക് വരികയാണ് നമ്മൾ. ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം. ഇതിനൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാറുണ്ട്. എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാറുണ്ട്. ഏതായാലും ഹൈഡ്രജൻ സ്പെക്ട്രം. വാട്ട് ഈസ് ഹൈഡ്രജൻ സ്പെക്ട്രം? ഹൈഡ്രജനെ ഒരു ഡിസ്ചാർജ് ട്യൂബിലെടുത്ത്, നന്നായി ശ്രദ്ധിക്കണേ, വേറെ ചിന്തയിലേക്ക് പോകല്ലേ, മറ്റു വർക്കിലേക്ക് പോകല്ലേ, ഇവിടേക്ക് ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ ഗ്യാസിനെ എവിടെ എടുത്തു? ഡിസ്ചാർജ് ട്യൂബിലെടുത്തു. തൽക്കാലം കരുതിക്കോ ഇതൊരു ഡിസ്ചാർജ് ട്യൂബാണെന്ന്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തതിന് ശേഷം ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തു. ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂൾ മുറിഞ്ഞ് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും.
ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ എന്തായി മാറും? ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും. സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ആറ്റമായി മാറുമ്പോൾ അയാൾക്ക് ഹൈ എനർജി ആയിരിക്കും, ഹൈ എനർജി ഉണ്ടാവും. ഹൈഡ്രജൻ മോളിക്യൂളിനേക്കാൾ എനർജി ഉണ്ടാവും ആർക്ക്? ഹൈഡ്രജൻ ആറ്റത്തിന്. അങ്ങനെയല്ല ഹൈഡ്രജൻ മോളിക്യൂൾ ഉള്ളത്. H2 എന്ന് പറഞ്ഞ ആള് എച്ചും എച്ചും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കിയ ആളാണ്. ഇതങ്ങോട്ട് മുറിഞ്ഞതാണ്, നടുക്കെടുത്തിട്ട് കട്ട് ചെയ്താണ്. കട്ട് ചെയ്താൽ അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂള് കട്ട് ചെയ്ത് ഹൈഡ്രജൻ ആറ്റമായി എപ്പോൾ? ഹൈഡ്രജൻ മോളിക്യൂളിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ. അങ്ങനെ ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ എടുത്തു, അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. ഇലക്ട്രിസിറ്റി കടത്തിവിട്ടപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ മുറിഞ്ഞ് ഹൈഡ്രജൻ ആറ്റമായി മാറി. ഹൈഡ്രജൻ ആറ്റമായി മാറുമ്പോൾ അയാൾക്ക് എനർജി കൂടുതലായിരിക്കും. ആ എനർജി കൂടുതലുള്ള ഹൈഡ്രജൻ ആറ്റം എമിറ്റ് റേഡിയേഷൻ. അയാൾ ഇഷ്ടം പോലെ വികിരണങ്ങളെ, ഇഷ്ടം പോലെ റേഡിയേഷൻസിനെ പുറത്തുവിടുന്നു. എമിറ്റ് പുറത്തുവിടുന്നു. റേഡിയേഷൻസ്, ഇഷ്ടം പോലെ റേഡിയേഷൻസ് വരും. ആ റേഡിയേഷൻസിനെ നമ്മുടെ സൗകര്യാർത്ഥം ഒരുപാട് റേഡിയേഷൻസ് ഉണ്ട്. ദാ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ഇഷ്ടംപോലെ റേഡിയേഷൻസ് ഹൈഡ്രജൻ ആറ്റം പുറത്തുവിടും. ആ പുറത്തുവിടുന്ന റേഡിയേഷൻസ് ഇപ്പം സ്വാഭാവികമായിട്ട് ചിലർക്ക് സംശയം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഇപ്പം ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോയാൽ 7 നിറങ്ങളായിട്ട് മാറും. 7 നിറങ്ങളായിട്ട് മാറും. എന്താണത് എന്ന് പറഞ്ഞേ? ഒരാൾ കമൻറ്റ് ചെയ്ത് എന്താണെന്ന്. ദൃശ്യപ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോയാൽ 7 നിറങ്ങളായിട്ട് മാറും. ഏതാണെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തേ. ആ യെസ്, വിബ്ജിയോർ. ഈ വിബ്ജിയോർ എന്ന് പറയുന്ന 7 നിറങ്ങളായിട്ട് മാറി അല്ലേ? ഈ 7 നിറങ്ങളെപ്പോലെ ഹൈഡ്രജൻ പുറത്തുവിടുന്ന ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടാവും. അത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കളറുണ്ടാവും, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കളറുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള കളറുകൾ ഉണ്ടാവും. ആ കളറുകൾ കണ്ടോ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നത്. ഈ റെക്കോർഡ് ചെയ്ത ആളെ നമ്മളെ സൗകര്യാർത്ഥം സീരീസുകളാക്കി തിരിച്ചു. എന്താക്കി തിരിച്ചു? സീരീസുകളായി തിരിച്ചു. ഈ സീരീസുകൾക്ക് ഓരോ പേരും കൊടുത്തു. അത് കണ്ടുപിടിച്ച ആളെ പേരിൽ ആദ്യത്തെ സീരീസിന് പേര് കൊടുത്തു ലൈമൺ സീരീസ്. രണ്ടാമത്തെ സീരീസിന് മറ്റൊരു പേര് കൊടുത്തു. കണ്ടുപിടിച്ച ആളെ പേര് ബാൾമർ സീരീസ്. മൂന്നാമത്തെ ആൾക്ക് പേര് കൊടുത്തു പാസ്കൻ എന്നൊക്കെ പറയാം. പാസ്കൻ എന്ന് ഓർത്താലും മതി. പാസ്കൻ സീരീസ്. നാലാമത്തെ സീരീസിന് പേര് കൊടുത്തു ബ്രാക്കറ്റ് സീരീസ്. അഞ്ചാമത്തേന് പേര് കൊടുത്തു ഫൺ സീരീസ്. ഒരു പി സൈലന്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവുക. ഫൺ സീരീസ്. അപ്പൊ 5 സീരീസായി. 1 2 3 4 5 സീരീസ്.
ഈ സീരീസുകളെ പേര് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. പഠിക്കല്ലേ? ഒന്ന് പറഞ്ഞോ. ലൈമൺ സീരീസ്. 2 ബാൾമർ സീരീസ്. 3 പാഷൻ സീരീസ്. 4 ബ്രാക്കറ്റ് സീരീസ്. 5 ഫൺ സീരീസ്. ഇതൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഈ സയൻറ്റിസ്റ്റാണ് ഈ സീരീസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ എത്ര സീരീസ് ഉണ്ട്? ഒരാൾ കമൻറ്റ് ചെയ്തേ. ഹൗ മെനി സീരീസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം? How many series in hydrogen spectrum? 5. അതാണിത്. ലൈമൺ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഒന്ന് പറഞ്ഞു പഠിച്ചേ. ഇപ്പം എന്നാണ് പറഞ്ഞു പഠിക്കുക? ലൈമൺ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. 5 സീരീസ്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ച് ഒരു നോട്ട് എഴുതുക എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നാൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഹൈഡ്രജൻ മോളിക്യൂളിനെ ഒരു ഡിസ്ചാർജ് ട്യൂബിലെടുത്ത് അതിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിച്ചാൽ ഹൈഡ്രജൻ ആറ്റമായി മാറുകയും ഹൈഡ്രജൻ ആറ്റം എമിറ്റ് എ ലോട്ട് ഓഫ് റേഡിയേഷൻ, ഒരുപാട് റേഡിയേഷൻസിനെ അയാൾ പുറത്തു വിടുകയും ചെയ്യുന്നു. ആ പുറത്തു വിടുന്ന റേഡിയേഷൻസിനെ സൗകര്യാർത്ഥം സീരീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. പഠന സൗകര്യാർത്ഥം സീരീസുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ സീരീസുകൾക്ക് പേര് കൊടുത്തത് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേര് വെച്ചിട്ടാണ്. അത് 5 എണ്ണം ഉണ്ട്. ലൈമൺ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാം. ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഒന്നുകൂടെ പറയാം. എന്താണ്? ഹൈഡ്രജൻ മോളിക്യൂളിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിച്ചാൽ ഹൈഡ്രജൻ മോളിക്യൂൾ വിഘടിച്ച് ഹൈഡ്രജൻ്റെ ആറ്റമായി മാറുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന് ഉയർന്ന എനർജി ആയിരിക്കും ഉണ്ടാവുക. ഉയർന്ന എനർജിയുള്ള ഈ ഹൈഡ്രജൻ ആറ്റം എമിറ്റ് അല്ലേ എന്ത്? റേഡിയേഷൻ. ഈ ഉയർന്ന എനർജിയുള്ള ഹൈഡ്രജൻ ആറ്റം കുറേ വികിരണങ്ങളെ ഉത്സർജിക്കുന്നു, പുറത്തുവിടുന്നു. ആ പുറത്തുവിടുന്ന വികിരണത്തെ സൗകര്യാർത്ഥം സീരീസുകളാക്കി തിരിക്കുന്നു. എന്തിൻ്റെ പേരിൽ? അത് കണ്ടുപിടിച്ച ആളെ പേരിൽ. ലൈമൺ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ. ഇതാണ് 5 സീരീസ്. ഇനി ഈ സീരീസിനെ കുറിച്ച് കുറഞ്ഞൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടേബിൾ പഠിക്കാനുണ്ട്. നിങ്ങളെ കയ്യിൽ ബുക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കുക. ആ സീരീസിൻ്റെ പേരും അവയുടെ പ്രത്യേകതകളുമാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കോ. ഇതാ 5 സീരീസ്. 1 ലൈമൺ, 2 ബാൾമർ, 3 പാഷൻ, 4 ബ്രാക്കറ്റ്, 5 ഫണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സീരീസ് എന്നറിയപ്പെടും. ഈ സീരീസ് ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ N1 എന്താന്ന് ഞാൻ പറയാം. N1 എന്താന്ന് നമുക്ക് പറയാം. തൽക്കാലം ഓർത്തിരിക്കാൻ നല്ല സുഖമാണ്. N1 1 ആയിരിക്കും, ബാൾമറിന് 2 ആയിരിക്കും, പാഷന് 3 ആയിരിക്കും, ബ്രാക്കറ്റിന് 4 ആയിരിക്കും, ഫണ്ടിന് 5 ആയിരിക്കും. റെഡി? N2 പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 1-നേക്കാൾ മുകളിലുള്ള സംഖ്യ നമുക്ക് ഇവിടെ കൊടുക്കാം. N2 2 3 4 5 etc.
ബാൾമറിനപ്പം എന്തായിരിക്കും? ബാൾമറിന് എന്തായിരിക്കും പറഞ്ഞോ? 3, 4, 5, 6 എക്സെട്ര. അങ്ങനെയാണ് ഈ പാസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് ഒരാളൊന്ന് കമന്റ് ചെയ്തേ. പാസ്റ്റന്റെ N2. Good. 4, 5, 6, 7 etc. What about bracket? ബ്രാക്കറ്റിന്റെ വാല്യൂ പറഞ്ഞു. 5, 6, 7 etc. What about fund? 6, 7, 8 etc. അപ്പോൾ അതും പഠിച്ചു. വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണിത്. ഇപ്പം ചിലർക്ക് സംശയം ഉണ്ടാവും N1 എന്താണ്, N2 എന്താണ് എന്ന്. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം, ഈ സീരീസ് എവിടെയാണ് പ്രത്യക്ഷപ്പെടുക? അപ്പിയറിംഗ് റീജിയൻ. ഇത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം. ഇപ്പൊ ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയില്ലേ, അവനുണ്ടാവുക കൊണ്ടോട്ടിയിലാണ് പ്രത്യക്ഷപ്പെടുക, അരീക്കോടാണോ ഉണ്ടാവുക, കോഴിക്കോടാണ് അവനുണ്ടാവുക എന്നൊക്കെ പറയില്ലേ ചില ആൾക്കാരെ കുറിച്ച്. അതേപോലെ ഈ റേഡിയേഷൻസ് എവിടെയാണ് പ്രത്യക്ഷപ്പെടുക? നാടേതായാലും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണോ കാണാൻ പറ്റാത്തതാണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ലൈമൺ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരിക, UV റീജിയനിലാണ് വരിക. അൾട്രാ വയലറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഓർത്ത് വെക്കാൻ സുഖമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ കുറേ നേരം പറയേണ്ട ആവശ്യം വരും. ഇപ്പം തൽക്കാലം അങ്ങനെ പഠിച്ചു വെക്കുക. ലൈമണെ നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ? അൾട്രാ വയലറ്റ് റീജിയനിൽ. ബാൾമറിനെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം വിസിബിൾ റീജിയനാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണാം, വിസിബിൾ ആണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഏക സീരീസ് ബാൾമറാണ്. അതുകൊണ്ട് ഇത് നന്നായി ഓർത്തിരിക്കണം, ബാൾമറിനെ കുറിച്ച് ഓർത്തിരിക്കണം. ഇത് നമ്മളെ സീരീസ്. അത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ നമ്മൾ കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കണം. ബാൾമർ. പാസ്റ്റൻ സീരീസ് IR റീജിയനിലാണ് വരിക. IR എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. ബ്രാക്കറ്റ് സീരീസും IR-ലാണ് വരിക, ഫണ്ട് സീരീസും IR-ലാണ് വരിക. അപ്പോൾ ഓർക്കാൻ വളരെ എളുപ്പമായില്ലേ? എന്താ? ലൈമൺ മാത്രമാണ് അൾട്രാ വയലറ്റ് റീജിയനിൽ. ബാൾമർ എന്ന് പറഞ്ഞാൽ നമ്മളതാണ് മുതൽ വിസിബിൾ റീജിയനിലാണ്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടും ലാസ്റ്റിലെ മൂന്നാളും IR റീജിയനിലാണ്, ഇൻഫ്രാറെഡ് എന്നാണിത്. ഈ ടേബിൾ ഒന്ന് എഴുതിയെടുക്കണം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി ചോദിച്ചാൽ ഈ ടേബിൾ ആണ് വരച്ചാൽ തന്നെ മാർക്കായി. എന്താ സംശയമുണ്ടോ? ഓക്കെ, എഴുതി വെച്ചോളൂ, വരച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ 5 സീരീസുകളെ കുറിച്ച് പഠിച്ചു. ആ സീരീസിലെ N1-ഉം N2-ഉം എന്താന്ന് പറഞ്ഞു, വാല്യൂസ്. അത് ഏത് റീജിയനിലാണ് പ്രത്യക്ഷപ്പെടുക എന്ന് പഠിച്ചു. ഓക്കെ,
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോരെ, നിർത്തല്ലേ? യെസ്, റിഡ്ബർഗ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. റിഡ്ബർഗ് ഇക്വേഷൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളതാണ്. റിഡ്ബർഗ് ഇക്വേഷൻ പക്ഷേ നമ്മൾ ഈ ഫോക്കസ് പോയിന്റിൽ പ്രത്യേക പേരെടുത്ത് പറഞ്ഞിട്ടില്ല. വേറെ ആൾ ചോദിക്കുന്നു എന്താണ് N1 N2. ഞാനതൊന്ന് വിശദീകരിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് N1 N2? അപ്പം ഞാനിതൊന്ന് വായിക്കാം, ഈ ഭാഗം ഒന്ന് വായിക്കാം. എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും N1 N2 എന്താണ്. ശ്രദ്ധിച്ചോളൂ, ഒന്ന് രണ്ട് പേരുടെ സംശയങ്ങൾക്ക് മറുപടി ഉണ്ട്, അത് പറയാം. അതാണ് ഇപ്പോൾ പറയുന്നത്. N1 N2 എന്താണ്? ഇതൊരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്, പോസിറ്റീവ് ചാർജ്ഡ് ആയ ന്യൂക്ലിയസ്. അതിൻ്റെ മുകളിൽ ഇതാ ഷെല്ല് 1 2 3 4 5 ഇങ്ങനെ പോവാണേ. 5 ഷെല്ലായി. ഷെല്ല് എന്തിനുള്ളതാണ്? ഇലക്ട്രോൺ സഞ്ചരിക്കാനുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലൈമൺ സീരീസ് ഉണ്ടാവാൻ കാരണം ഇലക്ട്രോണുകൾ ഒന്നാമത്തെ ഷെല്ലിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഇത് 1 ഇത് 2 ഇത് 3 4 5. അപ്പം ലൈമൺ സീരീസ് ഉണ്ടാവാൻ കാരണം ഒന്നാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ ഇങ്ങനെ വരുന്നു. ഇതുണ്ടോ? ഒന്നാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരുന്നു. എവിടുന്ന് വരും? 2 1 വരും, 3 1 വരും, 4 നിന്ന് 1 വരും, 5 നിന്ന് 1 വരും. അതാണ് ഇവിടെ കാണിച്ചത്. നോക്ക്, ഏതിലേക്കാണ് വരുന്നത്? അത് 1-ാം നമ്പർ N1. ഏതിൽ നിന്നാണ് വരുന്നത്? അത് N2. 2 3 4 5. അതിൻ്റെ മുകൾക്കൊക്കെ പറ്റൂട്ടോ. ഞാൻ 5 വരെ വരച്ചിട്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് 6 7 ഷെല്ല് ഇങ്ങനെ മുകളിലോട്ട് പോകുന്തോറും എണ്ണം കൂടി വരും. അപ്പോൾ ആ ഷെല്ലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാം. ഉയർന്ന ഷെല്ലിൽ നിന്നും ഏത് ഷെല്ലിലേക്ക് വരണം? ഒന്നാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവരുണ്ടാക്കുന്ന സീരീസാണ് ലൈമൺ സീരീസ്. അപ്പോൾ ചിലർക്ക് സംശയം, ബാൾമർ സീരീസ് എന്ന് പറഞ്ഞാലോ? രണ്ടാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരിക. എവിടുന്ന്? 3-ാമത്തെ ഷെല്ലിൽ നിന്ന്, 4-ാമത്തെ ഷെല്ലിൽ നിന്ന്, 5-ാമത്തെ ഷെല്ലിൽ നിന്ന്, 6-ാമത്തെ ഷെല്ലിൽ നിന്ന്, 7-ാമത്തെ ഷെല്ലിൽ നിന്ന്, ഇങ്ങനെ വരിക. അതാണ് ഇവിടെ കാണിച്ചത്. 2ക്കാണ് വരേണ്ടത്, അതിൻ്റെ മുകളിലുള്ള ഷെല്ലിൽ നിന്ന്. ഇനി ഞാനതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയാലും നോക്കി അടിക്ക്, കാണട്ടെ കമൻറ്റിൽ. ഓക്കെ, ഗുഡ്, ശരി. അപ്പോൾ അത് ഓക്കെയാണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആരൊന്ന് ചോദിച്ചല്ലോ. എന്തായിരുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് റിഡ്ബർഗ് ഫോർമുലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഫോക്കസ് പോയിന്റിൽ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും ഞാനതൊന്ന് പഠിപ്പിക്കാം. റിഡ്ബർഗ് ഫോർമുല. വാട്ട് ഈസ് റിഡ്ബർഗ് ഇക്വേഷൻ? റിഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ N1 N2 തമ്മിലുള്ള ബന്ധമാണ് വിത്ത് ദി വേവ് നമ്പർ. നമുക്ക് നോക്കാം. ഞാൻ എഴുതണേ. ഇതാ റിഡ്ബർഗ് ഫോർമുല. നമുക്ക് അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. റിഡ്ബർഗ് ഫോർമുല. റിഡ്ബർഗ്സ് ഫോർമുല. റിഡ്ബർഗ് ഇക്വേഷൻ എന്നും പഠിക്കാം. ഫോർമുലയ്ക്ക് പകരം ഇക്വേഷൻ എന്നും പറയാം. ഇനി ഞങ്ങൾ ഇക്വേഷൻ എന്നാ പഠിച്ചത്, ഫോർമുല എന്നല്ല എന്ന് പറഞ്ഞ് ബേജാറാവണ്ട, രണ്ടും തന്നെ. എന്താ റിഡ്ബർഗ്സ് ഫോർമുല? റിഡ്ബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്നൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇതാണ്: 1/λ = RH ×
1/n1² മൈനസ് 1/n2². ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. 1/λ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യമാണ്. നമ്മൾ നേരത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. 1/λ. RH എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ്. എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റന്റ്. 1/n1² എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ n1 എന്ന് പറഞ്ഞില്ലേ, ലൈമൺ സീരീസിന് n1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാൾമർ സീരീസ് എന്നാണ് പറയുന്നതെങ്കിൽ n1 ബാൾമർ സീരീസ് എന്നാണ് പറയുന്നതെങ്കിൽ n1 എത്ര? 2 എന്നാവും. പാർഷ്യൻ സീരീസ് എന്നാണെങ്കിൽ n1 3 ആകും. അപ്പോൾ ഏതാണോ അത് വെച്ച് നമ്മൾ എഴുതുക. പിന്നെ n2 പ്രത്യേകം പറയും. n2 എന്ന് ഇപ്പോൾ ബാൾമർ സീരീസിൻ്റെ n2 എന്ന് പറഞ്ഞാൽ 3, 4, 5, 6 എന്നാണ് വരിക. അത് ഏതാണോ ആ ക്വസ്റ്റ്യനിൽ പറയണത് ആ നമ്പർ കൊടുക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കാൽക്കുലേറ്റ് വേവ് ലെങ്ത്. ഞാൻ ചോദ്യം ആവർത്തിക്കണുള്ളൂ, ഞാൻ എഴുതിപ്പിക്കണില്ല, തൽക്കാലം കേട്ടാൽ മതി. കാൽക്കുലേറ്റ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കാണുക ഫോർ ബാൾമർ സീരീസ്. എന്താണ്? ഫോർ ബാൾമർ സീരീസ്. ഇഫ് ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഫോർത്ത് ഷെൽ. ഫോർത്ത് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഒന്നുകൂടെ. കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഇൻ ബാൾമർ സീരീസ് ഇഫ് ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഫോർത്ത് ഷെൽ. 4ാമത്തെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ ചാടുമ്പോൾ ബാൾമർ സീരീസിൽ ഉണ്ടാവുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കാണുക എന്ന് പറഞ്ഞാൽ ഏത് ഷെല്ലിൽ നിന്നാണ് ചാടുന്നത്? 4ാമത്തെ ഷെല്ലിൽ നിന്ന്. അപ്പോൾ n2 4. n1 വളരെ സിമ്പിളായി, നമ്പർ പറയേണ്ട ആവശ്യമില്ല. ബാൾമർ സീരീസ് എന്ന് പറഞ്ഞാൽ n1 2 ആണ്. അത് ഈ ഇക്വേഷനിലാണ്ട് അപ്ലൈ ചെയ്യാം, ഇതിലാണ്ട് അപ്ലൈ ചെയ്യാം. അപ്പം ചിലർക്ക് സംശയം, RH വാല്യൂ സാറ് പറഞ്ഞില്ലല്ലോ. RH എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റിഡ്ബർഗ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ RH എന്ന് എഴുതിയാലും മതി. തലയിൽ കയറുന്നില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് പഠിച്ചു വെക്കാൻ കഴിയണില്ലെങ്കിൽ പ്രശ്നമാക്കണ്ട. ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക, അല്ലെങ്കിൽ RH എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ. 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് അതിൻ്റെ RH വാല്യൂ. ആവട്ടെ, ഇങ്ങോട്ട് ഇത് കാണുക. അങ്ങനെ കാണുമ്പോൾ എന്തായി? 1/λ ഈക്വൽ ടു 109677. പറയും 1/n1² എന്ന് പറഞ്ഞാൽ 1/n1 എത്ര? 2² മൈനസ് 1/n2 എത്ര? 4² ഇങ്ങനെ കിട്ടി. കണ്ടില്ലേ? എന്നിട്ട് ഇതൊക്കെ ഗുണിച്ച് ചെയ്ത് കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, ആ കിട്ടിയ വാല്യൂവിൻ്റെ ലാംഡ കിട്ടണമെങ്കിൽ എന്ത് വേണം? കിട്ടിയ വാല്യൂവിനെ തലതിരിച്ചിടണം. ഇപ്പം ഇതിനൊരു വാല്യൂ കിട്ടി, എക്സ് എന്നാണ് കിട്ടിയെന്ന് കരുതുക. ഇതിൻ്റെ ഉത്തരേ ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോൾ എക്സ് എന്നാണ് കിട്ടിയെങ്കിൽ ലാംഡ ഈക്വൽ ടു 1/x എന്ന് എഴുതണം. ഇത് തലതിരിച്ചിട്ടാലേ ലാംഡ കിട്ടുള്ളൂ. വിശദീകരിക്കണ്ടെന്ന് കരുതുന്നു. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ മാത്രം ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം റിഡ്ബർഗ് ഫോർമുല പറഞ്ഞു. അപ്പം എന്തൊക്കെ പറഞ്ഞു? വളരെ കുറഞ്ഞ സമയം, ഒരു 45 മിനിറ്റ് സമയമാണ് നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ക്ലാസ് എല്ലാ ദിവസവും നമ്മൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലിങ്ക് ഞാൻ തരും. അപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നമ്മൾ പഠിക്കുകയാണ്, ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സെപ്റ്റംബർ 1 ആകുമ്പോഴേക്ക് എല്ലാ ടോപ്പിക്കും നമുക്ക് തീർക്കണം. ഇതാണ് സംഭവം. അപ്പോൾ എന്തൊക്കെയായി? ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാണ്ടം തിയറി ഓഫ്
റേഡിയേഷൻ. അതിൽ 2 പോയിന്റ് പറഞ്ഞു. അതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി, E=H/nu. അത് വെച്ച് പ്രോബ്ലം വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ തന്മാത്രയിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷൻസ് കുറേ റേഡിയേഷൻസ് ഉണ്ടാവും. ആ റേഡിയേഷൻസിനെ പഠിക്കാൻ സൗകര്യത്തിന് സീരീസുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആ സീരീസുകളാക്കി തിരിച്ചത് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേര് വെച്ചിട്ടാണ്. അത് 5 ഉണ്ട്. ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാസ്റ്റൺ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. അതിൻ്റെ പ്രത്യേകതകൾ ടാബിളാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തു. N1-ഉം N2-ഉം എന്താന്ന് പറഞ്ഞു. അത് എവിടെയാണ് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞു. ബാൾമർ സീരീസ് ഏതിലാണ് പ്രത്യക്ഷപ്പെടുക? വിസിബിളിൽ. അൾട്രാ വയലറ്റ് റീജിയനിൽ പ്രത്യക്ഷപ്പെടുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസ് ഏതാണ്? ലൈമൺ. IR-ൽ പ്രത്യക്ഷപ്പെടുന്ന സീരീസുകൾ ഏതൊക്കെയാണ്? പാസ്റ്റൺ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് റെഡ്ബർഗ് ഫോർമുലയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പ്രോബ്ലം വരാനുള്ള സാധ്യത ഉണ്ട്, അതിൻ്റെ സാധ്യത മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ടോപ്പിക്ക് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇത്രയും സമയം ഇത് കേട്ടിരുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. സന്തോഷം. താങ്ക് യു. പ്രധാന കാര്യം, എന്തോ ഒരു ക്ലാരിറ്റി എൻ്റെ ഫോണിൽ എന്തോ എന്നറിയില്ല, എന്തോ ഒരു തകരാറ് കാണുന്നുണ്ട്. നിങ്ങളെ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ സ്ക്രീനിൽ റൊട്ടേറ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കത് തടസ്സമായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നലത്തെ ക്ലാസ് പോലെ ഒരു സുഖകരമായ അന്തരീക്ഷം ഇന്നത്തെ ക്ലാസ്സിന് ഫോണിൽ കാണുന്നില്ല. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.